ബാങ്ക് വളർച്ചയുടെ ഒന്നാം കാലഘട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമുക്ക് ബാങ്ക് വളർച്ചയുടെ രണ്ടാം കാലഘട്ടത്തെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. 1969 രണ്ടാം കാലഘട്ടം ആരംഭിക്കുന്നത്. ഇത് 1990 വരെ നീണ്ടുനിന്നു. ബാങ്കുകളുടെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ വളരെ വേഗത്തിലായിരുന്നു. സാമൂഹിക പുരോഗതി കൂടി ലക്ഷ്യമാക്കിയാണ് ഈ സമയത്ത് ബാങ്കുകൾ പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല ഈ സമയത്തായിരുന്നു ഹരിത വിപ്ലവമൊക്കെ ഇന്ത്യയിൽ നടക്കുന്നത്. അതിനാൽ തന്നെ ഈ സമയത്ത് കർഷകർക്ക് കൂടി ലോൺ ലഭ്യമാകാൻ തുടങ്ങി. അങ്ങനെ ഗ്രാമങ്ങളിലൊക്കെ ബാങ്കുകൾ വന്നു. മാത്രമല്ല ഈ കാലഘട്ടത്തിൽ വീണ്ടും ഒരു ദേശസാൽക്കരണം സംഭവിക്കുന്നുണ്ട്. 1980 ഏപ്രിൽ 15 ഈ ദേശസാൽക്കരണം നടക്കുന്നത്. 6 ബാങ്കുകളാണ് അന്ന് ദേശസാൽക്കരിച്ചത്. 6ാം പഞ്ചവത്സര പദ്ധതി പ്രകാരമായിരുന്നു ഈ ദേശസാൽക്കരണം നടക്കുന്നത്. 200 കോടി മൂലധനമുള്ള ബാങ്കുകളാണ് ഈ കാലഘട്ടത്തിൽ ദേശസാൽക്കരിച്ചത്. അന്ന് ഈ ദേശസാൽക്കരണം നടക്കുന്ന സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ധനകാര്യമന്ത്രി രാമസ്വാമി വെങ്കിട്ടരാമനും ആയിരുന്നു. അങ്ങനെ രണ്ടാം ഘട്ടം 1969 തുടങ്ങി 1990 അവസാനിച്ചു.